എന്തൊക്കെയായിരുന്നു കേസരിയുടെയും പായസത്തിൻ്റെയൊക്കെ റീമേക്കാണെന്ന് പറഞ്ഞ് കൊടുത്തില്ല മറുപടി. അങ്ങനെ നമ്മുടെ ദളപതി വിജയ് നായകനായ ദളപതി 69 സിനിമയുടെ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പുറത്തു വിട്ടിട്ടുണ്ട്. ജനനായകൻ എന്നാണ് സിനിമയുടെ പേര്. തൊട്ട് താഴെ പവർ ഡയറക്ടറിൻ്റെ സിമ്പിളൊക്കെ വരുന്നുണ്ട്. ഞാൻ എൻ്റെ ഫോണൊന്ന് റീസെറ്റ് ചെയ്തായിരുന്നു, അപ്പോൾ എല്ലാം ആദ്യം തൊട്ടായിരിക്കും വരുന്നത്. എൻ്റെ അക്കൗണ്ടൊക്കെ തപ്പിപ്പടക്കാൻ ഞാൻ പെട്ട ഒരു പാട്. അപ്പോൾ അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടാകും, ജസ്റ്റ് ഒന്ന് ക്ഷമിച്ചേക്കണേ. പോസ്റ്റർ എങ്ങനെയെന്ന് പറയുവാണെങ്കിൽ പേഴ്സണലി എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. അത് മാത്രമല്ല, ആക്സ് എ വിജയ് ഫാൻ ആർക്കും തന്നെ ഈ പോസ്റ്റർ അത്ര വലിയ സൂചിച്ചൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ലുക്ക് കുഴപ്പമില്ല, അതൊക്കെ വേറെ ലെവൽ. പിന്നെ നിങ്ങൾ അറിഞ്ഞാൽ നമ്മുടെ ബാലയണ്ണന് പത്മഭൂഷൺ കിട്ടിയിരിക്കുന്നത്. പുള്ളിയുടെ സിനിമ കണ്ടിട്ടാണ് ആൾക്കാർ ഈ പത്മഭൂഷൺ എല്ലാം കൊടുക്കുന്നത്. അജിത്തിനും കിട്ടിയായിരുന്നു, പുള്ളി പോരാ, പുള്ളി വേറെ ലെവലാണ്. ഈ ബാലയാണെന്നൊക്കെ എന്തിനാണ് ഇവർ അവാർഡൊക്കെ കൊടുക്കുന്നത്? നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. എൻ്റെ നോക്കുകയാണെങ്കിൽ 3 പോസ്റ്ററാണ് ദളപതി 69 വേണ്ടി ഇറക്കിയത്. ആദ്യം ഒരു നോർമൽ പോസ്റ്ററാണ്, അതിനുശേഷം ഒരു റെഡ് ബാക്ക്ഗ്രൗണ്ടിലുള്ള പോസ്റ്റർ, അതിനുശേഷം പിന്നെ ഒരു മഞ്ഞ. ഇപ്പോൾ കറക്റ്റ് കൊടിയായില്ലേ നമ്മുടെ അണ്ണൻ്റെ ഫ്ലാഗ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെയിനായിട്ട് പാർട്ടിക്ക് വേണ്ടിയുള്ള പടം തന്നെയായിരിക്കും. അതിലേക്കുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും മെയിൻ സിനിമയിൽ ഉണ്ടാവുക. പിന്നെ ഒരു ചെറിയ കാര്യം, പോസ്റ്ററിൽ എവിടെയും 1 ലാസ്റ്റ് ടൈം ഒന്നും കൊടുത്തിട്ടുമില്ല, അതുകൊണ്ട് ഒന്നും തന്നെ അവസാനിച്ചിട്ടുമില്ല.